ഒരു കാര്യമില്ല. മാക്രിക്ക് കരയാനല്ലേ അറിയൂ. മഴ പെയ്യണമെങ്കിൽ മാനം തന്നെ കനിയണ്ടേ. ഡാടാ, നിന്റെ സാഹിത്യമൊക്കെ മതി, നീ കാര്യം പറ. ഗിരിയേട്ടൻ ഇപ്പോഴേ കടയുടെ കാര്യത്തിൽ ഒരു ഉത്സാഹവും ഇല്ല. കേട്ടോ പറു, ഒന്നും വിചാരിക്കരുത്. കല്യാണം കഴിഞ്ഞതോടെ കിളികളെ കൂട്ടത്തോടെ പറന്നുപോയ അവസ്ഥയാണ് ഗിരിയേട്ടന്. സത്യം പറയാലോ, ഗിരിയേട്ടന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ല. സ്റ്റോക്ക് തീർന്ന കാര്യം 4 തവണ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അണ്ണന് പറ്റുകാരുടെ എണ്ണമാണെങ്കിൽ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. കേട്ടാ പാറു, ഇവിടെ വന്നാലും ഗിരിയേട്ടൻ എപ്പോഴും മാറി നിന്ന് ഫോണിൽ സംസാരമാ. ആരെയൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ ചോദിച്ചോണ്ടിരിക്കുക. എന്തോ കാണാനില്ലാത്ത ആരെയോ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാട് പോലെ. അല്ല ഗിരിയേട്ട, എനിക്ക് അറിഞ്ഞൂടെന്ന് ചോദിക്കുക, നിങ്ങൾ ആരെയും കാണാതെ പോയാ? പാവം ഗിരിയേട്ടൻ സിന്ധുവിനെ അന്വേഷിക്കുന്നതാവും. പാറു, ഇങ്ങനെയാണെങ്കിലേ കടയുടെ കാര്യം ആകെ അവതാളത്തിലാവേ. സോമേട്ട വിഷമിക്കണ്ട. ഗിരിയേട്ടന്റെ പറന്നുപോയ മനസ്സിനെ നമുക്ക് തിരികെ പിടിക്കാം. അത് മതി. പിന്നെ ഫിനാൻസ് മിനിസ്റ്ററായ റാണി മാത്രമല്ല ഇനി കടയിലെ റെയ്ഡിന് വരാൻ പോകുന്നത്. ഞാനും വരും. പാർവതി ദ ഫ്ലൈയിങ് സ്ക്വാഡ്. അതാണ്. ആറ് ഉറപ്പായിട്ടും വരണം. എന്നാലേ ഗിരിയേട്ടന്റെ ഈ ഉഴപ്പൊന്ന് മാറിക്കിട്ടു. ഞാനേ അകത്തോളം ചെല്ലട്ടെ. ഗിരിയേട്ട ഒന്ന് വരൂ.